ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് പരിപ്പും പച്ച ഏത്തക്കായും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ്. നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിനായി 1 ഗ്ലാസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ച ഏത്തക്കായും ഉണ്ട്. ഈ കറിക്ക് വേണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിളഞ്ഞ ഏത്തക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഏത്തക്കയുടെ തൊലി ചെത്തി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മളിവിടെ വാഴയ്ക്ക ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തപ്പോൾ ആ വെള്ളത്തിനകത്തോട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടു. അതുകൊണ്ട് നമ്മൾ കയ്യിൽ കറി പിടിക്കാതിരിക്കും. ഇനിയിപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ കഴുകി പരിപ്പ് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തുകൊണ്ട് വന്ന പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞു കഴിഞ്ഞ ഒരു 3 തവണ കഴുകിയെടുത്തതാണേ. ഇനി ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കൂടെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് റെഡിയാക്കി വെക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കൂടുതൽ ചേർക്കണ്ട. നമ്മൾ മുമ്പേ വാഴയ്ക്കയും പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം കുറച്ച് ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മളിവിടെ വേവിക്കാൻ വെച്ച പരിപ്പും വാഴയ്ക്കയും ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഒരുപാടങ്ങ് ഉടയ്ക്കണ്ട. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർക്കണം. ഇതിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചാൽ മതിയേ. ഇപ്പം നല്ല കുറുകനെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു 1.5 ഗ്ലാസ് ഒഴിക്കാം. വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് പരിപ്പായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ലൂസിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കറി ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുക്കണം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി കട്ട് ചെയ്തതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 2 വറ്റൽമുളകും 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇളക്കി ചേർത്താൽ മതി. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.